എല്ലാ ഓണക്കാലത്തും ആശ്രയ ഗുണഭോക്താക്കൾക്കും നിർധന വിഭാഗങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തിരുന്ന തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് ഇത്തവണ ഓണക്കിറ്റ് ഒഴിവാക്കി ഓണക്കോടി മാത്രം നൽകി സാധുജന വിഭാഗങ്ങളെ അവഗണിച്ചെന്ന് UDF ആരോപിച്ചു. ഓണത്തോടനുബന്ധിച്ച് അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ തിരുവോണം കഴിഞ്ഞിട്ടും നിരവധി പേർക്ക് ഓണക്കിറ്റോ ഓണക്കോടിയോ ലഭിച്ചിട്ടില്ലെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നു. വിഷയം കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ അതിദാരിദ്ര്യർക്ക് ആശ്രയർക്ക് കഴിയുന്ന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് കിറ്റ് വിതരണം ആയിരിക്കുമെന്നാണ്. പക്ഷേ അവിടെ പോയപ്പോഴാണ് അവർക്ക് സെറ്റ് മുണ്ടും ആണ് കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ അവർക്ക് ഭക്ഷണ കിറ്റും സെറ്റ് മുണ്ടും കൊടുക്കാറുണ്ടായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ഭരണസമിതി 3 വർഷക്കാലമായിട്ട് അവർ ഈ അതിദാരിദ്ര്യരായ ഈ ആശ്രയയിൽ കഴിയുന്നവർക്ക് ഭക്ഷണ കിറ്റും അവർക്ക് സെറ്റും മുണ്ടും കൊടുക്കാറുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓണക്കാല സഹായങ്ങൾ പോലും സമയത്ത് ലഭിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് UDF ആരോപിച്ചു. അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും അടിയന്തരമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നും UDF ആവശ്യപ്പെട്ടു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം ജാഫർ പരുത്തിപ്ര രംഗത്തെത്തി. അപ്പോൾ ഇപ്രാവശ്യം എന്തേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുടുംബശ്രീയിൽ ഫണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഡിലേ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവർക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 3 വർഷമായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഫണ്ട് വിരിച്ചിട്ട് ഓരോരുത്തരെ സ്പോൺസർ കണ്ടെത്തിയിട്ട് അവർക്ക് ഈ പാവപ്പെട്ടവർക്ക് എത്തിക്കേണ്ട കിറ്റ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം ഇവർ ഭരണസമിതി ചെയ്തിട്ടില്ല. അത് വളരെ തെറ്റായ കാര്യമായി പോയി എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഞാനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാനും ഈ കുടുംബശ്രീയുടെ അടുത്ത് ഫണ്ടില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കിറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അന്ന് വന്ന ആളുകൾ തന്നെ പറഞ്ഞു, പരസ്പരം പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണ കിറ്റാണ് തരാറ്, ഒപ്പം ഓണക്കോടിയും തരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിട്ടത്. പിന്നീടാണ് മനസ്സിലായത് കഴിഞ്ഞ ഭരണസമിതി 3 വർഷക്കാലമായിട്ട് കുടുംബശ്രീ യൂണിറ്റിൽ പണമില്ലാതെ വന്നപ്പോൾ ഇവർ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് ഈ അതിദാരിദ്ര്യർക്ക് ഉള്ള ഭക്ഷണ കിറ്റും ഓണക്കോടിയും കൊടുക്കുക ഉണ്ടായിട്ടുള്ളത്. അതാണ് എനിക്ക് അതിനെതിരെ ഞാൻ പ്രതിഷേധമുണ്ട്. അത് ഞാൻ അപ്പോൾ എനിക്ക് അതിനെ വലിയ കാര്യമായിട്ട് എനിക്ക് അതിൻ്റെ വലിയ ഗൗരവം മനസ്സിലായിരുന്നില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അവർ കഴിഞ്ഞ ഭരണസമിതി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധുജന വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നടപടിയിൽ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തത വരുത്തണമെന്നും അർഹരായ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജാഫർ പരുത്തിപ്ര ആവശ്യപ്പെട്ടു.